ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് രൂപ പറയുന്നുണ്ട്, അതെ ഇവിടെന്ന് പറഞ്ഞു വെച്ചിക്കണേ, മുറിവേറ്റ പാമ്പിനെ പോലെ ഒരുത്തനാണ്, അവൻ എന്ത് ചെയ്യാനും മടിക്കില്ല. പിന്നെ ഇവിടെ രണ്ടുപേരും വരാൻ പോകുന്നുണ്ടല്ലോ, അവരെയൊക്കെ സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട്, അമ്മ എന്തിനാ ഇങ്ങനെ പേടിക്കണത് എന്തിനാ പറയുന്നത്, നമ്മൾ ഇത്രയും പേരില്ലേ, ഇനി അവരുടെയൊക്കെ കഷ്ടകാലം തുടങ്ങിയമ്മേ, നമ്മളിനി പേടിക്കേണ്ട ആവശ്യമില്ല, അവരാണ് ഇനി പേടിക്കേണ്ടത് എന്നൊക്കെ കിരൺ പറയാണ്. ആ സമയത്താണ് പ്രകാശനും അതുപോലെ തന്നെ വിക്രവും കൂടി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. പ്രകാശൻ പറയണ്ടേ, എടാ മക്കളെ, ഇവിടെ ഒരു മരണവീട് നടന്ന ഒരു സംഭവം പോലും ഇല്ലല്ലോടാ. അതിനെ ഞാനും നോക്കണത്. ഇനി എല്ലാം കൂടി സ്പെഷ്യാലിറ്റി പോയി കാണോ, അച്ഛനൊരു കാര്യം ചെയ്യും, ആ ഹരിയേട്ടൻ ഞങ്ങൾ ഇവിടെ ഉണ്ടാ നോക്കാം എന്നിങ്ങനെ പറഞ്ഞിട്ട് അവർ എത്തി നോക്കുമ്പോഴേക്കും ഹരിയേട്ടൻ അങ്ങോട്ടേക്ക് വരുന്നു കേട്ടോ. ഹരി സാറേ, ഇവിടെ ഇപ്പൊ ആരെയും കാണുന്നില്ലല്ലോ. അത് വേറെ ആരും ഒന്നുമല്ലടോ, ബോഡി എടുക്കാൻ സമയമില്ലേ, എല്ലാരും ശ്മശാനത്തിലേക്ക് അങ്ങോട്ട് പോയി, ബോഡി കുളിപ്പിച്ച് അകത്തൊക്കെ എടുത്തിട്ടുണ്ട്, കുറച്ചുപേരൊക്കെ അകത്തുണ്ട് എന്ന് പറയാണ്. ആണോ? അല്ല, ശരിക്കും എന്താ സംഭവിച്ചത്? നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യനായിരുന്നല്ലോ, പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്ന് പറയുമ്പോ ഹരി പറയുന്നുണ്ട്, എന്ത് പറയാനാ, ഇന്നലെ രാത്രി ഭക്ഷണം കഴിക്കി വെച്ചോണ്ടിരിക്കായിരുന്നു, പെട്ടെന്നൊരു ചുമ വന്നു, ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. അങ്ങനെ പോയതായിരുന്നു. എന്തു പറയാനാ, എനിക്കും 2-3 പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് വന്നതാണല്ലോ. സത്യം പറയല്ലോ ഹരിസാറെ, സേനൻ അങ്ങോട്ട് പോയെന്ന് കേട്ടപ്പോ എന്റെ മനസ്സൊന്ന് നിന്നുപോയി, നെഞ്ചൊന്ന് നിന്നുപോയി എന്നൊക്കെ പ്രകാശം പറയണത് കേൾക്കുമ്പോ ഹരിസാറിന് ചിരി വരുന്നുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾ വന്നപാടെ നിൽക്കാണ്ട് അകത്തേക്ക് വാ, അവൾ ബോഡി കുളിപ്പിച്ച് കിടത്തിരിക്കുക, ഏതാനും സമയത്തുള്ളിൽ തന്നെ ശ്മശാനത്തിലേക്ക് എടുക്കും, വാട മക്കളെ എന്നൊക്കെ പറഞ്ഞ അവർ അകത്തേക്ക് കയറുവാണ്. അകത്തേക്ക് കയറിയ പ്രകാശനും വിക്രവും ആകെ ഞെട്ടിപ്പോട്ടോ. അവിടെ രൂപയും അതുപോലെ തന്നെ കിരണും കല്യാണിയും അതുപോലെ തന്നെ നമ്മുടെ സോണി മാൽബിയൊക്കെ ഉണ്ട്. നമ്മുടെ ചന്ദ്രസേന മാത്രമല്ല, ബാക്കി എല്ലാവരും ഉണ്ട്. ബലൂണും തോരണവും ഒക്കെ കെട്ടിത്തൂക്കി നടുക്കിയിരിക്കുകയാണ് അവരെല്ലാരും കൂടി. അത് കാണുമ്പോൾ പ്രകാശനും വിക്രവും ഞെട്ടിപ്പോവാണ്. ഇതെന്താണ് മക്കളെ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും കിരൺ പറയുന്നുണ്ട്, ആഹാ കൊള്ളാലോ, രണ്ടുപേരും കൂടെ എത്തിയോ? അതെ, ഇത് ഞങ്ങളുടെ ഒരു ആചാരമാണ്, ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ബലൂണും തോരണവും ഒക്കെ കെട്ടിത്തൂക്കി ആഘോഷിക്കും, എന്നിട്ട് കേക്കൊക്കെ മുറിക്കും എന്ന് പറയുമ്പോൾ തന്നെ വിക്രവും പ്രകാശനും പരസ്പരം മുഖത്തോട് മുഖം നോക്കുവാണ്. ആ സമയത്ത് വിക്രത്തിന്റെ കാര്യം മനസ്സിലായി. അച്ഛാ വാ നമുക്ക് പോകാം എന്ന് പറയാണ്. ശരി, നമുക്ക് പോകാം എന്ന് പ്രകാശം പറയുമ്പോ, അതെ അങ്ങനെ അങ്ങ് പോയാലോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രസേനൻ അങ്ങോട്ട് വരുവാട്ടോ. ചന്ദ്രസേനെ കാണുന്നതും പ്രകാശനും വിക്രവും ആകെ ഞെട്ടിപ്പോവാണ്. അല്ല, നിങ്ങൾ എന്നെ കാണാൻ വേണ്ടി വന്നതല്ലേ, കുളിപ്പിച്ച് കിടത്തിക്കണം എന്നെ കാണാൻ വേണ്ടിട്ട്, അങ്ങനെ എന്നെ കാണാതെ നിങ്ങൾക്ക് എങ്ങനെ പോകാൻ പറ്റും? വാ, രണ്ടുപേരും ഇങ്ങോട്ട് വാ. അത് രണ്ടുപേരും എന്താ വിചാരിച്ചത്, ഞാൻ അങ്ങോട്ട് മരിച്ചു മണ്ണിടിഞ്ഞെന്നോ? അല്ല, ഞാൻ മരിച്ചെന്ന് നിങ്ങളുടെ ആരാ പറഞ്ഞത് എന്ന് പറയുമ്പോ, അത് ആരാ പറഞ്ഞത് പറ. അത് ആ രാഹുലാ പറഞ്ഞത്. രാഹുൽ, അയാളിപ്പോ വന്ന് വാങ്ങിക്കേണ്ടത് വാങ്ങിച്ചു പോയേ ഉള്ളൂ. നിങ്ങൾ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, എന്റെ ബോഡി കാണാൻ വേണ്ടി വന്നതല്ലേ, അപ്പൊ നിങ്ങൾക്ക് എന്തിനൊക്കെ തന്നു വിടണമല്ലോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രസേനയുടെ ഒറ്റ അടി വെച്ച് കൊടുക്കണ പ്രകാശ് മുഖത്തേക്ക്. ഇതെന്തിനാ തന്നിന്നറിയാവോ? എന്റെ മോളെയും മരുമോളെയും അതുപോലെ നിങ്ങൾ ഒരുപാട് കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട്. എന്റെ മരുമോളെ കണ്ണീര് കുടിപ്പിച്ചത് നീയാ പ്രകാശ, അതുപോലെ എന്റെ മോളെ കണ്ണീര് കുടിപ്പിച്ചത് നിന്റെ മകൻ ഇവനും. എന്റെ വിറച്ച് മരവിച്ച് കിടക്കുന്ന ബോഡി കാണാനല്ലേ നിങ്ങൾ വന്നത്? നീ നോക്കിക്കോടെ പ്രകാശ, നീ കരയും. എപ്പോഴാന്നറിയാവോ? നീ ഇവൻ മരിച്ചെടുക്കുമ്പോ ഇവന്റെ തലയുടെ അരികത്തിരുന്ന് നീ കരയോടാ. ഇനി നീ കാണാൻ പോകുന്ന കാഴ്ച അതാണ്. ആ ബഗാസുരന്റെ കൂടെ കൂടിയിട്ട് ഞങ്ങളിൽ ആരെങ്കിലും നീ ഉപദ്രവിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ, ഞങ്ങൾ ആരെങ്കിലും നീ വേദനിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പ്രകാശ, ഞാൻ മുന്നും പിന്നെ നോക്കില്ല, നിന്നെ ഞാനൊന്നും ചെയ്യില്ല. പക്ഷെ നിന്റെ മോന് ഇവനെ വെള്ള പുതപ്പിച്ച് കിടത്തും, അതിന്റെ മുമ്പിൽ നീ ഉണ്ടാവും. അന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടേക്ക് വരും എന്ന് പറയുമ്പോ പ്രകാശനാകെ പോകാട്ടോ. ആ സമയത്ത് കല്യാണി പറയണ്ടോ, എത്ര കിട്ടിയാലും മതിയാവില്ലല്ലോ ഇവർക്ക് എന്ന് പറയുമ്പോ ചന്ദ്രസേനൻ പറയണ്ടേ, മോളെ കല്യാണി ഇവരെ അങ്ങോട്ട് തീർത്തേക്കട്ടെ, അച്ഛൻ എന്താ ചെയ്തോ അച്ഛ എന്ന് പറയാണ്. എത്ര കിട്ടിയാലും മടിക്കാത്ത 2 ഈ വിക്രംകാരോ, ഈ സോണിന്റെ ജീവിതം ഒരുപാട് നാള് നരകത്തിലായിരുന്നു. ഇവളെ വളച്ചെടുക്കാൻ വേണ്ടി ഇവരെന്തൊക്കെ കള്ളവോ പറഞ്ഞത്. ഇവന് ചെയ്ത കള്ളത്തിന്റെ കൂടെ ഞാനും അറിയാണ്ട് നിന്നുപോയി, പടമൊക്കെ വരച്ചു കൊടുത്തു. അത് വെച്ചിട്ടല്ലേ ഇവൻ സോണിനെ വെച്ച് വീഴ്ത്തിയത്. എന്തായാലും സോണിക്ക് ഇപ്പൊ നല്ലൊരു ജീവിതം കിട്ടി, എന്നിട്ട് അത് അവന് സഹിച്ചില്ല. ആൽബർട്ടിന്റെ തല തല്ലി പൊട്ടിക്കാൻ വേണ്ടി നോക്കിയായിരിക്കുന്ന അവൻ എന്ന് പറയാണ്. ആ സമയത്ത് സോണി പറയണ്ട, അതെ ഭാഗ്യം കൊണ്ടാ എനിക്ക് എന്റെ ആൽബർട്ടിനെ തിരിച്ചിട്ടത്, ഒരു കണക്കിന് ഇവൻ പോയത് നന്നായി, അതുകൊണ്ട് എനിക്ക് ആൽബർട്ടിനെ പോലെ നല്ലൊരു ഫാമിലിനെ കിട്ടിയില്ലേ. എന്റെ അമ്മായിച്ചനൊക്കെ എത്ര നല്ലതെന്ന് നിനക്ക് അറിയാവോടാ. അവർക്ക് എന്തെങ്കിലും പറ്റിയാലും എനിക്കൊന്നും പറ്റില്ലെന്ന് ആഗ്രഹിക്കുന്ന ഒരു വീട്ടിലേക്ക് ഞാൻ കയറി ചെന്നിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോ വിക്രത്തിനാണെങ്കിൽ ആകെ ദേഷ്യം വരുവാട്ടോ. എന്തായാലും ഇവർ ഒരു പ്രാവശ്യം കൂടി വെറുതെ വിട്ടിരിക്കുന്നു. ഇനി ഞങ്ങളുടെ കുടുംബത്തിന് നേരെ നിങ്ങൾ കൈ ഊന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കൈ ഞാൻ വെട്ടും. പിന്നെ പറഞ്ഞത് ഓർമ്മയില്ല പ്രകാശ, നിന്റെ മോനെ വെള്ള പുതപ്പിച്ച് കിടത്തിയിരിക്കും പറഞ്ഞാൽ കിടത്തിയിരിക്കും എന്ന് പറയാണ്. അത് കേട്ട് പ്രകാശനും വിക്രം അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് യാമിനി പറയണ്ടേ, എന്റെ സാറേ സേനൻ സാറേ, ആ കേക്ക് രണ്ടുപേർക്കും കൂടെ കൊടുക്കുന്നേ. പിന്നെ മുട്ടയൊക്കെ തലയൊക്കെ മുട്ടടിച്ച് വെക്കണല്ലേ, ഈ കേക്ക് എടുത്ത് അയാൾ തലയിലൊക്കെ തേച്ച് കൊടുക്കാം ക്രീം. അത് ശരിയാ, ഈ ചന്ദനവും കുങ്കുമൊക്കെ തേക്കണ പകരം ക്രീം തേച്ച് കൊടുക്കാം. എന്നാലും പ്രകാശ മുട്ടടിച്ചത് കൊള്ളാം, അത്രക്ക് ചൂടാണല്ലോ, അല്ലെങ്കിൽ ചൂടിറങ്ങി തല പൊട്ടിത്തെറി എന്നങ്ങനെ പറയാണ്. പ്രകാശനും വിക്രവും ജീവനും കൂടി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാട്ടോ. എല്ലാവരും ചിരിക്കുവാണ്. അങ്ങനെ ആഘോഷത്തോടെ ഇരിക്കണെങ്കിൽ 2-3 ഫോട്ടോസ് ഒക്കെ കിരൺ എടുക്കുന്നുണ്ട്. എല്ലാവരും ഒരുമിച്ച് തന്നെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാന്ന് പറഞ്ഞിട്ട് ഫോട്ടോസ് ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ്.
അങ്ങനെ പ്രകാശനും വിക്രവും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ കിരൺ, കല്യാണിയും അതുപോലെ തന്നെ സോണി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതെ, നിങ്ങൾ ഇതുവരെ പോയില്ലേ, പോകാൻ നോക്ക് എന്നിങ്ങനെ പറയാണ്. എടി നീ വലിയ ആള് കളിക്കല്ലേ എന്ന് പ്രകാശം പറയുമ്പോ, കളിക്കോടോ, അതെ തന്റെ അമ്മ തന്നെ വിട്ടുപോയി, കുറെ നാൾ തന്റെ അമ്മയാണ് ജീവിതം എന്ന് പറഞ്ഞ് നടന്നവനല്ലേ ഇവിടെ താൻ, തന്റെ അമ്മ വിട്ടുപോയി, ഇനിയെങ്കിലും തനിക്ക് നന്നായി കൂടോ എന്ന് പറയുമ്പോ സോണി പറയണ്ടേ, ഇവരൊന്നും ഒരിക്കലും നന്നാവില്ല കല്യാണി എന്ന് പറയാണ്. ആ സമയത്ത് കല്യാണി പറയണ്ടേ, നീയേ നല്ലൊരു അടി കൊടുക്ക് സോണി എന്ന് പറയാണ്. എന്നെക്കാളും അർഹത, അടി കൊടുക്കാൻ അർഹത നിനക്കാ കല്യാണി, രണ്ടിനെ മുഖം അടിച്ച് പൊട്ടിക്ക് എന്ന് പറയാണ്. അപ്പോഴേക്കും രണ്ടുപേരും അവിടെ നിന്ന് പാഞ്ഞു പോകുവാട്ടെ. അതിനുശേഷം കാണിക്കുന്നത് വിക്രം പറയുന്നുണ്ട്, അച്ഛ എന്നാലും അവരെന്ത് പണിയാ അച്ഛ കാണിച്ചത്, നോക്കുക ഇനി ആകെ കുറച്ച് പൈസ മാത്രം നമ്മുടെ കയ്യിലുള്ളൂ, അതാ സരിവ് തന്ന പൈസയാ. എടാ മോനെ നീ ഇതിന് ജോലിക്ക് ശ്രമിക്കടാ. ഞാനൊരു ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്, ഞാനേ ഒരു ജോലി ഏറ്റെടുക്കാൻ പോകുക എന്ന് പറയാണ്. നമ്മൾ ഇത്ര നാണം കെടുത്തത് അയാളാ, ആ രാഹുൽ, ആ ബഗാസുരൻ. അയാളെ വിളിച്ച് ചോദിക്കച്ച എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്, അല്ലെങ്കിൽ നമ്മളെ പറഞ്ഞാൽ മതി, അയാൾ ലോക കള്ളനും ചതിയനാണ് നമുക്കറിയാലോ, അയാൾ പറഞ്ഞു പാടെ തന്നെ നമ്മൾ ഇവിടെ വന്ന് നമ്മളെ പറഞ്ഞാൽ മതിയല്ലോ. എടാ അയാൾ പറഞ്ഞത് മാത്രല്ലോ, അയാളെ വിളിച്ചിട്ട് ഹരീന, അയാളും അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്. അയാളെ നമ്മളിവിടെ വരുത്തിക്കാൻ വേണ്ടി നോണ പറഞ്ഞത് അച്ഛനൊരു കാര്യം ചെയ്യും, അയാളെ വിളിക്കുക, ആ ബഗാസുരനെ, അയാൾക്ക് രണ്ട് വർത്തരം പറയുന്നു പറയാണ്. അങ്ങനെ പ്രകാശൻ രാഹുലിനെ വിളിക്കുന്നുണ്ട്. എന്താടാ എന്ന് പറഞ്ഞിട്ട് രാഹുൽ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് എടാ രാഹുൽ, നീ ഇങ്ങനെ ചതിക്കാൻ പാടില്ലെന്നുണ്ടോ, ചന്ദ്രസേന മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പോയപ്പോഴേ അവര് സന്തോഷത്തോടെ കേക്ക് മുറിച്ച് ആഘോഷിക്കായിരുന്നു. അതേടാ അവരും അങ്ങനെ തന്നെ എന്നെ പറഞ്ഞു പറ്റിച്ചത്, ചന്ദ്രസേന മരിച്ചു എന്ന്. ഞാൻ റീത്തൊക്കെ പോയി മേടിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയത്, എന്നെ കവിള് തല്ലി അടിച്ച് പൊട്ടിച്ചു. ആ സമയത്ത് നീയൊക്കെ വിളിച്ചത്, പിന്നെ ഞാൻ എന്ത് പറയണമായിരുന്നടാ, എനിക്ക് മാത്രം കിട്ടിയാ പോലല്ലോ, നിങ്ങൾക്കും കിട്ടണല്ലോ, നീയും അവരൊക്കെ ഒരുപാട് ദ്രോഹിച്ചതല്ലേ എന്ന് പറയാണ്. എന്നാൽ ഇങ്ങനത്തെ ഒരു ചതി വേണ്ടായിരുന്നു ഇവിടെ, എന്തെങ്കിലും ആവട്ടെ പ്രകാശ, ഞാനും ഒരുപാട് കൊണ്ടു, ഇനി നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിൽക്കണം, നീയും നിന്റെ മോനും ഞാനൊക്കെ ഒരുമിച്ച് നിന്നിട്ട് അവരെ തോൽപ്പിക്കാനായിട്ട് എന്ന് പറയാണ്. നീ എന്റെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ എല്ലാത്തിന്റെ ശവം നമുക്ക് കാണാടാന്ന് പറയാണ്. ശരിയടാ രാഹുലെ, ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം മോനായിട്ട് എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കാണ്. ശേഷം പ്രകാശ് പറഞ്ഞ, എടാ മോനെ രാഹുൽ എന്താ പറഞ്ഞെന്നറിയാവോ, അവരെ തോൽപ്പിക്കാൻ വേണ്ടി അയാളുടെ കൂടെ നിൽക്കാവൂന്ന്. അയാളെ വിശ്വസിക്കല്ലേ, അയാൾ നമ്മളെ ചതിക്കും, അയാൾ എന്തിനു ചെയ്തിട്ടേ നമ്മുടെ തലയിലേക്ക് ഇടും. എടാ കഴിഞ്ഞ ദിവസം നീ ഒരു കൊട്ടേഷൻ കൊടുത്തു കിരണിനും അതുപോലെ തന്നെ ആ കാർത്തികക്കും വേണ്ടിയിട്ട്, എന്നിട്ട് അത് പാളിപ്പോയി. നീ അത് ആരുടെ തലയിലിട്ട, സരയുടെ തലയിൽ, അതുപോലെ തന്നെ നമുക്ക് ഇത് അവരുടെ തലയിൽ തന്നെ ഇടാടാ, എന്നാലും നമുക്ക് സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം ഇടപെടാൻ അച്ഛാ. എടാ നീ പേടിക്കൊന്നും വേണ്ട, ശത്രുവിന്റെ ശത്രു മിത്രം അത്രയായിട്ട് കണ്ടാ മതി എന്ന് പറഞ്ഞിട്ട് അവര് വണ്ടി എടുത്ത് പോകുവാണ്. ശേഷം കാണിക്കണം നമ്മുടെ സരയുനെയും അതുപോലെ തന്നെ ഷാരിനെയാണ്. ഷാരി പറയണേടി മോളെ, നീ ആ രൂപേനൊന്ന് വിളിച്ച്, നിന്റെ അച്ഛൻ അവിടെ പോയി വന്നിട്ട് ആകെ ഒരു പ്രാന്ത് പിടിച്ച അവസ്ഥയിലാണല്ലോ, അവിടെ എന്താ സംഭവിച്ചത്, ആ രൂപയെ വിളിച്ച് ചോദിക്കുക എന്ന് പറയാണ്. ശരി അമ്മേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സരി രൂപയുടെ ഫോണിലേക്ക് വിളിക്കാട്ടോ. ഹലോ, വിളിക്കുന്നുണ്ട് പ്രാന്തി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രൂപ ഫോൺ എടുക്കുക. ഹലോ, എന്താ സരിയു, അല്ല അച്ഛൻ അങ്ങോട്ട് വന്നിരുന്നു ആന്റി, അവിടെ വന്നതിന് ശേഷം അച്ഛൻ ഭയങ്കര മൂഡൌട്ടിലാണല്ലോ, അവിടെ എന്താ സംഭവിച്ചത്, അതിന് നിനക്ക് എന്താടി, എടീന്നോ ആന്റി അത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, പിന്നെ ഞാൻ എങ്ങനെയാടി നിന്നെ വിളിക്കേണ്ടത്, ആന്റി എന്താ പറ്റിയത്, അതെ നിന്റെ അച്ഛൻ ഇപ്പൊ വന്നപ്പോ നിന്റെ അച്ഛനെ മോകയെ തല്ലി പൊട്ടിച്ചുള്ളൂ, ഇനി നിന്റെ അച്ഛൻ എന്റെ വീടിന്റെ പരിസരത്ത് വന്നാലേ മീനെ വെട്ടി മുറിക്കണ പോലെ നിന്റെ അച്ഛനെ വരിഞ്ഞു മുറുക്കും ഞാൻ എന്നിങ്ങനെ പറയാണ്. ആ സമയത്ത് ആന്റി എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുവാട്ടോ. അമ്മേ ആന്റി പറഞ്ഞതൊക്കെ കേട്ടില്ലേ, അപ്പൊ അവിടെ എന്തോ കാര്യമായിട്ട് നടന്നിട്ടുണ്ട് മോളെ എന്നിങ്ങനെ പറയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.